ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് വേഫൽ സോണിലാണ്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബുർജ്മാൻ മാളിനകത്ത് റെഡ് ടേപ്പിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് മെനു കാർഡ് കയ്യിൽ കിട്ടി. ഇതിൽ പല ടൈപ്പ് ഓഫ് വേഫിൾസ് അവൈലബിൾ ആയിരുന്നു. അതായത് പ്ലെയിൻ വേഫിൽ, അതുതന്നെ വേഫിൽ വിത്ത് മേപ്പിൾ സിറപ്പ്, അതുപോലെ തന്നെ വേഫിൽ വിത്ത് ഐസ്ക്രീം, അങ്ങനെ ചോക്ലേറ്റിൻ്റെയും ന്യൂട്ടല്ലയുടെയും പലതരത്തിലുള്ള വേഫിൽസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്കവിടെ വേഫിൽ വിത്ത് ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അതിനകത്തെന്ന് പറയുമ്പോഴത്തേന് കൂടുതലായിട്ടും മൊജിറ്റോ വരുന്നുണ്ട്, കോഫി വരുന്നുണ്ട്, അതുപോലെ നമ്മളുടെ ബബിൾ ടീ ഒക്കെ അവൈലബിൾ ആണ്. ക്ലാസിക് ബബിൾ ടീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതലായിട്ടും. അപ്പം നമുക്കതിൻ്റെ കുറേ കോംബോ ഓഫേഴ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കോംബോ ഓഫേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞത് ന്യൂട്ടല്ല വിത്ത് വേഫലും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക് മിൽക്ക് ബബിൾ ടീ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് 23 ദർഹത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഫ്രീ വേഫിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ബില്ലിൻ്റെ 20% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടി. ഫസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ പേയ്മെൻറ്റ് സ്ലിപ്പ് നമ്മുടെ കയ്യിൽ തരും. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒരു ടോക്കണൊക്കെ തരും. ആ ഒരു ടോക്കൺ ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ടോക്കണ് നമ്മുടെ കയ്യിലിരുന്ന് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവിടെ പോയി സാധനം കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ടോക്കണൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു പുറത്ത്. കാരണം അകത്ത് നമുക്ക് ചെയേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അത് കാരണം ഞങ്ങൾ വെളിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 2-3 ചെയേഴ്സ് ഇങ്ങനെ നോക്കി. അപ്പോൾ നമുക്ക് ഒരു ചെയറൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടി അതിനകത്തായിട്ട് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇവരെപ്പോൾ ടോക്കൺ വിളിക്കും എന്ന് കാത്തിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ടോക്കണൊക്കെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ നിന്ന് കൗണ്ടറിൽ ചെന്നിട്ട് വേഫിലും അതുപോലെ തന്നെ ബബിൾ ടീയും കാര്യങ്ങളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ വന്ന് ഞങ്ങളുടെ സീറ്റിലിരുന്നു. അതിനുശേഷം ഞാനത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവർ ആ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന രീതി വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാനൊക്കെ കുറച്ച് കഷ്ടപ്പെടുന്ന, അതായത് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു ഇതൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ സാധനം എത്തി. ഞാനത് ഒരു വിധത്തിലൊക്കെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെ ബബിൾ ടീ ഒക്കെ ഞാൻ ആസ്വദിച്ചൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ആസ്വദിച്ച് തന്നെ വേഫിൽ കഴിക്കുന്നത് അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ക്രിസ്പി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഒരു ക്രിസ്പി അല്ലായിരുന്നു, ഒരു ക്രീമി ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് അതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ വേഫിൽ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഈ ചീസ് ബണ്ണിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു അതായത് ന്യൂട്ടല്ല ആയതുകൊണ്ട് ന്യൂട്ടല്ലയുടെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബബിൾ ടീ ഞാൻ കുടിച്ചു. എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു ബബിൾ ടീ ലവറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് തന്നെ ബബിൾ ടീ കുടിച്ചു. അപ്പം ഞങ്ങൾ വേർപ്പിലൊക്കെ കഴിച്ച് ഇറങ്ങി, ബബിൾ ടീ കുടിച്ചു. പക്ഷേ ഇനി അതിനകത്തുണ്ട്, അതുകൊണ്ട് കുപ്പിയായിട്ട് ഇനി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ, സീ യു.